നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലെല്ലാം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യ ദിനത്തിൽ മാർക്യൂ താരങ്ങൾ ഉൾപ്പെടെ പ്രധാന താരങ്ങളെല്ലാം തന്നെ ലേലത്തിൽ വിറ്റുപോയിരുന്നു. ആദ്യ ദിനത്തിൽ 72 താരങ്ങളെയാണ് ആകെ ടീമുകൾ വാങ്ങിയത്. 467,95,00,000 രൂപ ആദ്യ ദിനം ചെലവഴിയിട്ടുണ്ട്. ഇനി രണ്ടാം ദിനം ബാക്കിയുള്ള ലേലങ്ങൾ നടക്കും. ആദ്യ ദിനം തന്നെ വമ്പൻ റെക്കോർഡാണ് പിറന്നത്. IPL ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം നേടുന്ന താരമായി ഋഷഭ് പന്ത് മാറുകയായിരുന്നു. 27 കോടി രൂപയ്ക്ക് ഋഷഭിനെ ലക്നൗ സൂപ്പർ ജയൻസ് ആണ് വാങ്ങിയത്. ശ്രേയസ് അയ്യരെ 26,75,00,000 രൂപയ്ക്ക് പഞ്ചാബ് കിങ്സും സ്വന്തമാക്കുകയായിരുന്നു. എന്നാലും ഇതുവരെയുള്ള ലേല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫല നേട്ടക്കാരായി ഇരുവരും മാറിയിട്ടുണ്ട്. ഇത്തവണ ലേലം നടത്തിയത് മല്ലിക സാഗറാണ്. ആദ്യ ദിനം ആവേശകരമായി തന്നെ ലേലം വിളിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ മല്ലികയ്ക്ക് സാധിച്ചിരുന്നു. എന്നാൽ മല്ലികയ്ക്ക് വലിയൊരു പിഴവും ഇതിനിടെ സംഭവിച്ചു. ഇത് ഹൈദരാബാദിനും ഗുജറാത്തിനും സാമ്പത്തികമായി വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. IPL ലേലം നടത്തുന്ന ആദ്യ വനിതയെന്ന അഭിമാന നേട്ടം സ്വന്തം പേരിലാക്കിയ മല്ലിക സാഗറിന്റെ പിഴവ് ഇപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് T20 നായകനും സൂപ്പർ താരവുമായ ജോസ് ബട്ട്ലറിന്റെ ലേലത്തിനിടെയാണ് ഇത്തരമൊരു വലിയ അബദ്ധം സംഭവിച്ചത്. ബട്ട്ലർക്കായുള്ള വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ഗുജറാത്ത് ടൈറ്റൻസ് 15,75,00,000 രൂപയ്ക്കാണ് ബട്ട്ലറെ ഒപ്പം കൂട്ടിയത്. രാജസ്ഥാൻ റോയൽസും ഗുജറാത്തും തമ്മിലാണ് ബട്ട്ലർക്കായി വാശിയോടെ പോരാടിയത്. ഗുജറാത്ത് 15,50,00,000 രൂപ ബട്ട്ലർക്ക് ലേലത്തുക നൽകി നിൽക്കവെയാണ് ലക്നൗ ബട്ട്ലറിൽ താല്പര്യം കാണിച്ചത്. ഇതോടെ മല്ലിക ലക്നൌവിനോട് ബട്ട്ലർക്കായി ലേലം വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. എന്നാൽ ലക്നൗ ഇല്ല എന്ന് പറയുന്നു. ഇതിനുശേഷം ബട്ട്ലറുടെ തുകയായി മല്ലിക പറഞ്ഞത് 15,75,00,000 രൂപയാണ്. അതായത് ഗുജറാത്ത് വിളിച്ചതിലും 25 ലക്ഷം രൂപ കൂടുതൽ. ഇത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ പിന്നീടാണ് ഇത്തരം ഒരു അബദ്ധം പറ്റിയെന്ന് വ്യക്തമായത്. മുൻ ഗുജറാത്ത് ടൈറ്റൻസ് താരം അഭിനവ് മനോഹറിന്റെ കാര്യത്തിലും മല്ലികയ്ക്ക് തെറ്റുപറ്റിയിരുന്നു. 30 ലക്ഷത്തിനാണ് അഭിനവ് ലേലത്തിലേക്ക് എത്തിയത്. RCBയും CSKയുമാണ് അഭിനവിനായി രംഗത്ത് വന്നത്. RCB പിന്മാറിയതോടെ ഗുജറാത്ത് അഭിനവിനായി രംഗത്തെത്തുകയായിരുന്നു. 2,80,00,000 ലേലത്തുകയിലേക്ക് എത്തവേ CSK പിന്മാറുകയായിരുന്നു. ഈ തുകയ്ക്ക് ഹൈദരാബാദ് ടീമിലെത്തിക്കാൻ നിൽക്കവെയാണ് KKRന്റെ 3 കോടി രൂപ ലേലം വിളി വരുന്നത്. എന്നാൽ ലേലം ഉറപ്പിച്ച ശേഷമാണ് മല്ലിക KKRന്റെ വിളി പരിഗണിക്കുന്നത്. ഇതോടെ 20 ലക്ഷം രൂപ അധികം നൽകി 3,20,00,000 രൂപയ്ക്കാണ് അഭിനവിനെ ഹൈദരാബാദ് വാങ്ങിയത്. എന്തായാലും മല്ലികയുടെ നാവ് കാരണം ലക്ഷങ്ങളാണ് ടീമുകൾക്ക് നഷ്ടമായത്.